6 മാർക്കിന് ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ലെറ്റർ ടു ദി എഡിറ്റർ. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതും ഇതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് എ കൺസേൺ സിറ്റിസൺ റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ റിക്വസ്റ്റിംഗ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ടു അലോക്കേറ്റ് more space for public parks and green areas in line with the environmental movement described in when a sapling is planted. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് അന്താളിച്ച് പോകരുത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ഒരു ലെറ്റർ ടു എഡിറ്റർ ക്വസ്റ്റ്യൻ അല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. മിക്കവാറും അതിൽ ക്വസ്റ്റ്യൻ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മളൊരു എഡിറ്റർക്ക്, ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിന് ഒരു കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിൽ അഡ്രസ്സ് ചെയ്യായിരിക്കും, എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിക്കാനായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് ആയിരിക്കും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിക്വസ്റ്റിംഗ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ടു അലോക്കേറ്റ് more space for public parks and green areas in line with the environmental movement. അതൊന്നും നിങ്ങൾ വിട്ടേക്ക്. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതില്ലേ, ഈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് നമ്മൾ ശരിക്കും ഒരു റിക്വസ്റ്റ് ഇയാൾ വഴി കേട്ടോ. ഇയാൾ എന്ന് പറയുമ്പോൾ ഈ ന്യൂസ് പേപ്പർ വഴി നമ്മളൊരു റിക്വസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷന് കൊടുക്കണം. നമ്മൾ പബ്ലിക് പാർക്കുകൾക്കും ഗ്രീൻ ഏരിയാസും, സിറ്റിക്കകത്ത് പബ്ലിക് പാർക്കിനും അതുപോലെ തന്നെ ഗ്രീൻ ഏരിയാസൊക്കെ കൂടുതൽ സ്പേസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് പേപ്പർ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിനാണ് നമ്മൾ ഈ ഒരു കത്ത് എഴുതുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതും നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഈ ഒരു ചാപ്റ്ററിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അത് പറയുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻ തന്നെ ആ ചാപ്റ്ററിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് നേരെ പരിപാടിയിലേക്ക് ഇറങ്ങാം. എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് നമ്മൾ എല്ലാ ഒഫീഷ്യൽ ലെറ്ററുകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ, എല്ലാ ഫോമൽ ലെറ്ററുകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രം അഡ്രസ്സ് എഴുതുക, നമ്മുടെ പേര് എഴുതുക, നമ്മുടെ അഡ്രസ്സ് എഴുതുക, നമ്മുടെ സ്ഥലം ഏതാണെന്നുള്ളതും വേണമെന്നുണ്ടെങ്കിൽ ഒരു പിൻകോഡും കൊടുക്കാം. ഇത് നമ്മുടെ ആവണമെന്നൊന്നും ഇല്ല, ഒരു ഇമാജിനറി അഡ്രസ്സ് നിങ്ങൾ കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ടു അഡ്രസ്സ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആർക്കെങ്കിലും അല്ല അയക്കുന്നത്, നമ്മൾ ലെറ്റർ ടു ദി എഡിറ്റർ എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദ എഡിറ്റർ എന്നവിടെ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാതൃഭൂമിയോ മനോരമയോ ഡെയിലി ഹെറാൾഡ് എന്നുള്ള ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സോ എന്തെങ്കിലും ഒന്ന് അവിടെ കൊടുക്കുക, ഒരു പത്രത്തിൻ്റെ പേര്, ആ പത്രത്തിൻ്റെ ഒരു അഡ്രസ്സും കൊടുക്കുക, ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അഡ്രസ്സും കൊടുക്കുക. മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഡേറ്റ് ഏതാണെന്നുള്ളത്. അന്നത്തെ ഡേറ്റ് ആവണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മൾ എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഓർ സബ്ജക്റ്റ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. സബ്ജക്റ്റ് എല്ലാ പ്രാവശ്യവും എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഈ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. റിക്വസ്റ്റ് ഫോർ മോർ പബ്ലിക് പാർക്സ് ആൻഡ് ഗ്രീൻ ഏരിയാസ് ഇൻ ദ സിറ്റി. സിറ്റിക്കകത്ത് കുറേ പബ്ലിക് പാർക്കുകളും ഗ്രീൻ ഏരിയാസും വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് ശരിക്കും ഈ ഒരു ലെറ്ററിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം കാര്യത്തിലേക്ക് വരുന്ന സമയത്തിലെ നമ്മൾ ആദ്യം ആ ഒരു റെസ്പെക്റ്റഡ് എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് റെസ്പെക്റ്റഡ് സർ ഓർ മാഡം എന്നുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സർ അല്ലെങ്കിൽ മാഡം. ഇതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ, സല്യൂട്ടേഷൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റെസ്പെക്റ്റഡ് മാം എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. റെസ്പെക്റ്റഡ് മാം ഓർ സർ എന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ എന്താണ് വിഷയം എന്നുള്ളത് നമ്മൾ പറയണം. I am writing to express my concern about the shortage of public parks and green spaces in our city. ഇതാണ് വിഷയം. നമ്മളെ സിറ്റിക്കകത്ത് എന്തില്ല, അധികം പബ്ലിക് പാർക്കുകളോ ഗ്രീൻ സ്പേസുകളോ ഒന്നുമില്ല. ഇനി നമ്മൾ പറയേണ്ടത് ഇൻസ്പയർഡ് ബൈ വാങ്കാരി മാതായിസ് ഐഡിയാസ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് വി നീഡ് ടു പ്രൊട്ടക്ട് നേച്ചർ ആൻഡ് ക്രിയേറ്റ് മോർ ഹെൽത്തി സ്പേസസ് ഫോർ അവർ കമ്മ്യൂണിറ്റി. നമ്മളിത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളതും നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏത് ചാപ്റ്ററിനാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അത് നമ്മളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഉത്തരങ്ങളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡിൽ വാങ്കാരി മാതായി മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം പാർക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. Many empty lands are being rapidly converted into buildings, leaving children with no safe places to play. കുട്ടികൾക്ക് എന്തില്ല, കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഗ്രീൻ ഏരിയാസ് ആർ ഓൾസോ ഹെൽപ്പ് റെഡ്യൂസ് ഹീറ്റ്, ക്ലീൻ ദി എയർ ആൻഡ് ഇംപ്രൂവ് ദ വെൽബീങ് ഓഫ് ഓൾ ദ റെസിഡൻസ്. ഈ നഗരത്തിൽ, ഈ സിറ്റിക്കകത്ത് ജീവിക്കുന്ന ആളുകളുടെ അവർക്ക് ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയുക എൻവയൺമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതുവഴി നമുക്ക് സാധ്യമായേക്കാം
ഇവിടുത്തെ വെൽബീങ്, റെസിഡൻസിൻ്റെ താമസക്കാരുടെ വെൽബീങ്, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം. ഇവിടുത്തെ ചൂട് നമുക്ക് കുറക്കാൻ പറ്റും ഇത്തരം ഗ്രീൻ സ്പേസസ് കൊണ്ടുവരുന്നതിലൂടെ. ഇനി നമ്മുടെ റിക്വസ്റ്റുകൾ എന്തൊക്കെയാണ്, മുനിസിപ്പൽ കോർപ്പറേഷനോടുള്ള റിക്വസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അക്കമിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതാം. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? അലോക്കേറ്റ് മോർ ലാൻഡ് ഫോർ പബ്ലിക് പാർക്ക്. പബ്ലിക് പാർക്കിനേക്ക് കൂടുതൽ സ്ഥലം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ റിമൈനിങ് ആയിട്ടുള്ള ട്രീസിനെ നമ്മൾ സംരക്ഷിക്കണം. സ്റ്റാർട്ട് ന്യൂ ട്രീ പ്ലാന്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് എൻകറേജ് സ്കൂൾസ് ആൻഡ് റെസിഡൻസ് ടു ടേക്ക് പാർട്ട് ഇൻ ഗ്രീനിങ് ആക്ടിവിറ്റീസ്. ഇത്രയും നമ്മൾ എന്താണ് പറഞ്ഞത്? ഇത്രയും നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരിലേക്കാണ്. ഇനി അവസാനമായിട്ട് these steps will make our city greener, cleaner and better for the future generation. താങ്ക് യു ഫോർ പബ്ലിഷിംഗ് മൈ കൺസേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് കോംപ്ലിമെൻ്ററി ക്ലോസ്. കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ക്ലോസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കൊടുക്കാമെന്ന് അറിയാം. നമുക്ക് യോസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണത്? അത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. അല്ലെങ്കിൽ യോസ് ലവിങ്ലി എന്നൊക്കെ നമ്മൾ എന്തിലാണ് കൊടുക്കുക? നമ്മളൊരു ഇൻഫോർമൽ ലെറ്ററിലാണ്, ഒരു കാഷ്വൽ ലെറ്ററിലാണ്. താങ്ക് യു, യോസ് ഫെയ്ത്ത്ഫുള്ളി, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ വാം റിഗാർഡ്സ് എന്ന് കൊടുക്കാം. നമുക്ക് വാം റിഗാർഡ്സ് എന്ന് കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ പേര് എഴുതുക, ഫിനിഷ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പേരും അഡ്രസ്സും കൂടെ താഴെ കൊടുക്കുക, ഫിനിഷ് ചെയ്യുക. അഡ്രസ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതത്ര നിർബന്ധമുള്ള കാര്യമില്ല. സോ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ ആദ്യം നമ്മൾ ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്, ഡേറ്റ്, സബ്ജക്റ്റ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കണം. റെസ്പെക്റ്റഡ് ടീച്ചർ അല്ല, റെസ്പെക്റ്റഡ് മാം ഓർ റെസ്പെക്റ്റഡ് സർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ഇൻട്രോയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറയണം, എന്താണ് വിഷയം എന്നുള്ളത് പറയണം. എന്നതിന് ശേഷം നമുക്ക് സജഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, നമ്മുടെ സജഷൻസ് പറയാം. അതിനുശേഷം നമ്മൾ എന്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റിക്വസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. അവസാനം ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6 മാർക്കും കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർ ഫിനിഷ് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.